ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. ഇതൊരു വക്കീൽ സാറിൻ്റെ റേഡിയോ ആണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് ഒന്ന് നിർമ്മിക്കാൻ പറഞ്ഞ് ഓർഡർ ചെയ്തു. അത് അദ്ദേഹം അതിൻ്റെ ഫാഷനും പറഞ്ഞു. അതേ പ്രകാരം നല്ല കണ്ടീഷനായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ റേഡിയോ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് സാറിൻ്റെ വീട്ടിൽ പണ്ടുകാലത്ത് വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതൊരു റേഡിയോ പണിയാനുള്ള ആൾക്കാരോ ഒന്നുമില്ല, ഇത്തരം സെറ്റുകൾ കിട്ടത്തുമില്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണാനും അത് മനസ്സിലാക്കി ഞങ്ങളെ വിളിച്ചു. അഡ്വക്കേറ്റ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു റേഡിയോ വേണം, അതെങ്ങനെയാണ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾ ഏത് ഫാഷനാണെങ്കിലും ഞങ്ങൾ അത് ചെയ്തു തരാം എന്ന് ഞങ്ങൾ പറഞ്ഞു. അതേ പ്രകാരം സാറ് ഓർഡർ തന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ കവറും എല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്നാൽ കയറിപ്പോര്, എല്ലാവരും കയറിപ്പോര്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് അഡ്വക്കേറ്റ് സാറിൻ്റെ റേഡിയോ? അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്, യാതൊരു മാറ്റവും ഇല്ല. അത് പാടുന്നതും നല്ല ഇമ്പമായിട്ട് വാല്യൂ സെറ്റ് വർക്ക് ചെയ്യുന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അത്രയും പവറുള്ള ആംപ്ലിഫയറാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. റേഡിയോ ബോർഡും ആംപ്ലിഫയറും കൂടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച് കേൾപ്പിക്കാം. അദ്ദേഹം ഒരു ഫാഷൻ പറഞ്ഞായിരുന്നു, ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് നോക്കിയേ, ഇതുപോലെ തന്നെയാണ് ഞങ്ങളിവിടെ പണിതിരിക്കുന്നത്. നോക്കൂ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഇത് ഞാനൊന്ന് ഓണാക്കി കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഓക്കെ, ഓണായിട്ടുണ്ട്. കേട്ടില്ല, ആലപ്പുഴ സ്റ്റേഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആലപ്പുഴ അവരൊന്ന് റെഡിയാക്കിയെന്ന് തോന്നുന്നു. ആദ്യം പറവർപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആലപ്പുഴ സ്റ്റേഷൻ പഴയ രീതിക്ക് തന്നെ അത് പ്രക്ഷേപണം ചെയ്യുന്നു. അതേ വോയിസിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഇതാണ് ആലപ്പുഴ സ്റ്റേഷൻ വർക്ക് ചെയ്യാണ്. ഇനി നിങ്ങളെ FM സ്റ്റേഷനെ ഒന്ന് വെച്ച് കേൾപ്പിക്കാം. ഇത് പഴയതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഏരിയയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏരിയയിൽ. ട്രാൻസിസ്റ്റർ റേഡിയോ ആകുമ്പം ഏരിയയിലൊക്കെ വേണം, എന്നാലേ നല്ല പവർ വർക്ക് ചെയ്തു. ഇനിയിപ്പം കൂടുതൽ പവർ വേണമെങ്കിൽ ഇതിലൊരു ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇതിലൊരു കമ്പി അല്ലെങ്കിൽ വയറ് ഫിറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് കൊടുത്താൽ മതി. നല്ല വ്യക്തമായിട്ട് നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യും. കുറച്ചുകൂടെ ഈ ചാനൽ കയറി വരികയും ചെയ്യും. ഓക്കെ, ഇതാണ് FM സ്റ്റേഷൻ. ഈ ആലപ്പുഴ വർക്ക് ചെയ്യുന്ന പോലെ നല്ല പക്കയായിട്ട് FM വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുമെന്ന് എനിക്ക് പണ്ട് പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല. ഇതിലൊരെണ്ണം മേടിച്ച് വെച്ചാൽ ഇതിൻ്റെ ഒരു സെറ്റും കൂടെ ഞങ്ങൾ ഇത് പെട്ടി ഉണ്ടാക്കുന്നുണ്ട് അസംബിൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും ഒക്കെ കൂടുതൽ ഞങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. ഇത് ഇത്തിരി കൂടിയ ആംപ്ലിഫയറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നല്ല ഇമ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സെറ്റ്. ഇതുപോലെ ഒരു പീസ് ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ അത് നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പലയും കാര്യങ്ങളെല്ലാം അറുത്ത് മുറിച്ച് നല്ല ഇതേ ഫാഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും നമുക്ക് കൂട്ടിച്ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഇതറിയാമല്ലോ. ഇതിൻ്റെ ഡയലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനടിച്ച ഡയലാണ്.
അപ്പോൾ അവൻ IT മേഖലയ്ക്ക് പഠിച്ചു കഴിഞ്ഞു. അവന് ഇനി ജോലിക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്. 1-2 സ്ഥലത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ അവരൊരു വർക്കൊക്കെ കൊടുത്തായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തു. ഓക്കെ, അത് പോട്ടെ. നമുക്ക് ഈ റേഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർട്ടനും അതുപോലെ തന്നെ താഴെയും കർട്ടൻ വെച്ചിട്ടുണ്ട്, നോബൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. ഇത് ഒരു 8 കിലോ ഭാരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എണീറ്റ് നിന്നാണ് ഇത് ബാഗ് തിരിച്ചു വെച്ചത്. അത്രയും ഭാരമുണ്ട്. ഇതിൻ്റെ ഫ്ലൈവുഡൊക്കെ നല്ല കട്ടിയുള്ള ഫ്ലൈവുഡാണ് വെച്ചിരിക്കുന്നത്. എന്നാലേ ഈ ഫ്രണ്ട് ഭാഗം ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, അത് കൂളിങ്ങും കൂടെ ആയിക്കോളും. അപ്പോൾ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എംബ്ലം കൊടുത്തിട്ടുണ്ട്, ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അദ്ദേഹം ഒരു ചെറിയൊരു കവറ് തന്നായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞൊരു കവറായിരുന്നു. അതിൻ്റെ ബാക്ക് കവറാണ് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പഴയതും കൂടെ ഇതിൽ ഇരിക്കണ്ടേ, എല്ലാം പുതുമായിട്ട് ഇരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതിനൊന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വല്ല ദേഷ്യമോ വല്ല ഉണ്ടോ? പിന്നെ കുറ്റപ്പെടുത്തരുത്. എല്ലാം പറഞ്ഞെങ്കിലല്ലേ നമുക്ക് റെഡി ആകത്തുള്ളൂ. കാര്യങ്ങളെല്ലാം അറിയണ്ടേ, അതിനുവേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ തിരിച്ചു വയ്ക്കാം. അപ്പോൾ നോബൊക്കെ എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് നോബ് മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിച്ചാണ് ഇത് വെച്ചിരിക്കുന്നത്. പുതിയതായിട്ട് നോബൊക്കെ ഉണ്ടാക്കി ഒത്തിരി സമയം പിടിക്കുക, അതുമല്ല ഇത്തിരി കഷ്ടപ്പാട് കൂടുതലാണ്. അപ്പോൾ ഇത് തന്നെ കവറുണ്ടാക്കിയതിന് ഇത്തിരി ബുദ്ധിമുട്ടല്ല, ഒരു താമസമാണ്. അതുകൊണ്ട് റെഡിമെയ്ഡ് നോബൊക്കെ മേടിച്ച് വെച്ച്, പിന്നെ മാജിക് എന്ന് വെച്ചാൽ അത് ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ സ്റ്റിക്ക് എല്ലാം എഴുത്തും കാര്യങ്ങളും ലക്ഷ്മി വർഷം കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പേര് കൊടുത്ത് ഞങ്ങളുടെ ഒരു ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പേര് ഞങ്ങൾ കൊടുത്ത് ചിലങ്ക എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരും ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഈ കാണുന്ന ആൾക്കാർ ചിലങ്ക എന്ന് പറയുമ്പോൾ ലക്ഷ്മി വർക്കെന്ന് ഓർക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇതിനൊരു പേരും കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പണിയൊക്കെ തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. ഒരു റേഡിയോ തീരുന്നുണ്ട്, 2-3 റേഡിയോ വന്നിരിപ്പുണ്ട് ചെയ്യാൻ. അപ്പോൾ അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് 2 റേഡിയോ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് പറയാൻ. അപ്പോൾ എനിക്ക് തരേണ്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം തന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ.